ഹലോ മനോജ് ഭായ്. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? സുഖമാണ്, പക്ഷെ ചെറിയൊരു വിഷമമാണ്. ഞാൻ ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടു, നല്ല കഴിവും അറിവും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ. പക്ഷെ ഇപ്പൊ പേര് ഓർമ്മയില്ല. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തെ പിന്നെ കാണുമ്പോൾ പേര് ചോദിക്കാൻ കഴിയില്ലല്ലോ. ഇത് നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട, കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള പ്രശ്നമായിട്ട് പരിചയപ്പെടും. അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് വീണ്ടും ഹലോ പേരെന്താന്ന് ചോദിക്കും, അല്ലെങ്കിൽ മടി കൊണ്ട് ചോദിക്കാണ്ടിരിക്കും. ഇതിന് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് ഇൻ ലൈൻ ഇഫക്റ്റ് എന്നാണ് പറയാം. അത് നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും പരിചയപ്പെടുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് എന്ത് പറയുന്നുള്ള ആശങ്ക നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്. ഈ പേരങ്ങ് മറന്നു പോകുന്നുള്ളതാണ്. ഇത് മാറാൻ എന്താ മാറും? ഇത് മാറാൻ നല്ല ഒന്നാന്തരം വഴി എന്നാ വെച്ചാൽ നമ്മൾ പേര് അറിയാൻ വേണ്ടി തന്നെയാണ് ചോദിക്കുന്നതെന്ന് ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ പേര് റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ പേര് ചോദിച്ചു മനോജ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മനോജ് എന്നുള്ള വേറെയും ഫ്രണ്ട്സ് ഉണ്ട്, മനോജ് ഭായി ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ ഫയൽ ഓപ്പൺ ചെയ്ത് മനോജിന്റെ ഫയൽ ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് ഇയാളെയും കൂടി ക്ലിപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പഴയ കാര്യങ്ങളുമായിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പോകത്തില്ല. നല്ല ഐഡിയ. അങ്ങനെയാണ് അടുത്ത പ്രാവശ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. താങ്ക് യു.